ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ UA40H5100AR എന്ന മോഡലാണ്. നമുക്കിതിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്താണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചില സ്ഥലങ്ങളിൽ ബ്രൈറ്റ് ആയിട്ടും അതുപോലെ കളർ വയലറ്റ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് പോലെ ഇങ്ങനെ നല്ല വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്താണെന്നൊന്ന് ഫൈൻഡ് ചെയ്തിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക് കവർ ഓപ്പൺ ചെയ്ത് എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സാധാരണ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാറുള്ളത് LED ലൈറ്റാണ്. സാംസങ് LG എന്നീ മോഡലുകളിൽ ഇതുപോലെ LED പുറമേയുള്ള റിഫ്ലക്ടറുകൾ ഇളകി വരുമ്പോൾ ഇത്തരത്തിൽ വൈറ്റ് സ്പോട്ടുകൾ കാണിക്കാറുണ്ട്. അതുപോലെ LED നോർമൽ കളറിൽ നിന്ന് മാറി വയലറ്റ് കളറാകുമ്പോഴാണ് ഇത്തരത്തിൽ ബ്ലൂ കളർ കാണിക്കാറുള്ളത്. രണ്ടും LED കംപ്ലയിൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ചിലർ ചോദിക്കായിരിക്കും, ഈ റിഫ്ലക്ടർ ഇളകി വന്നാൽ നമുക്ക് തിരിച്ചൊട്ടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാറുണ്ട് ചിലവർ. പക്ഷേ അങ്ങനെ ഒട്ടിച്ചാലും അതിനകത്ത് അത് കമ്പനി ഒട്ടിക്കുന്ന അത്ര പെർഫെക്ഷൻ നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് LED ഫുൾ സ്ട്രിപ്പായിട്ട് തന്നെയാണ് നമ്മൾ മാറാറ്. അതാണ് ബെറ്റർ സൊല്യൂഷനും അതാണ്. പിന്നെ ചില LED എന്തായാലും മസ്റ്റായിട്ട് പോയിട്ടുണ്ടാകും, വർക്ക് ചെയ്യാതായിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ഏറ്റവും നല്ല ഓപ്ഷൻ അത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ LG അതുപോലെ സാംസങ്ങിലാണ് കൂടുതലായിട്ട് ഈ സെയിം കംപ്ലയിൻറ്റ് കണ്ടുവരാറ്. എങ്കിലും ഒരു 5 years ഒക്കെ കൂടുതൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ കാണാറുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള LED ഏകദേശം ഒരു 5 വർഷം ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു 5-6 വർഷം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വർക്ക് ചെയ്യാതും അതുപോലെ കളർ ചേഞ്ച് ആയിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഊരിയെടുത്തിട്ടാണ് LED അതിന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ വളരെ കെയർഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫ്രെയിമെല്ലാം റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. വളരെ ഹാർഡായിട്ടുള്ള ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയാണ് സാംസങ്ങിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അവർ തന്നെ ഡിസ്പ്ലേയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ചില ടി വികൾ പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വേറെ ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സാംസങ്ങിൻ്റെ 40 ഇഞ്ചിൻ്റെ നല്ല ഹാർഡ് പാനൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയുള്ള ഫുൾ HD ഡിസ്പ്ലേ ആണിത്. ഡിസ്പ്ലേ ഒരു മാറ്റി വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാ ടി വികളിലും വ്യത്യസ്ത രീതിയിലാണ് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാറും അതുപോലെ ഡിസ്പ്ലേ ഒരു ബാക്ക് ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്നതും. സോ ഓരോന്നിനും ഓരോ രീതിയിലാണ്. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഡിസ്പ്ലേ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അതിന് പുറമേയുള്ള ആ ഡിഫ്യൂസർ ഷീറ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ചില ടി വികളിൽ LCD ടി വികളാണ് കൂടുതൽ ഇത്ര കണ്ടുവരാറ്. കാരണം കുറേ അധികം വർഷങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കാരണം ആ ഷീറ്റിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ചായി അതൊരു യെല്ലോയിഷ് കളറാവുന്നതാണ്. ഇത്തരത്തിൽ ഡിഫ്യൂസർ ഷീറ്റ് കളർ ചേഞ്ച് ആവുന്നതിന് അത് മാറല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ മാറുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റും അത് ഒഴിവാക്കി കളയാം. കാരണം ഒരു 3 ലെയർ അങ്ങോട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ പോയാൽ നമുക്ക് പിക്ചർ അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ വേറെ മോഡൽസിൻ്റെ കംപ്ലയിൻ്റ് ഇല്ലാത്ത മോഡൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെയിം മോഡലിൻ്റെയോ അല്ലെങ്കിൽ 55 ഇഞ്ചിൻ്റെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് ഡിഫ്യൂസർ ഷീറ്റ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് LED നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം LED റിഫ്ലക്ടർ എല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഇളകി വന്നിട്ടുണ്ട്. അതുപോലെ ചില LED ഒക്കെ അത് കളറൊക്കെ ചേഞ്ച് ആയിരുന്നു. നിങ്ങൾക്ക് കാണാം അതിനകത്ത് സ്മോക്കും അതുപോലെ ചെറിയ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പലതും വർക്കിങ്ങും അല്ല, അതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ LED അതിനകത്ത് വീക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് പിക്ചർ വളരെ ഡിമ്മായിട്ടും വളരെ സ്പോട്ട് ലൈറ്റൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ LED എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ക്യാബിനിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ ആ റിഫ്ലക്ടർ ഷീറ്റും നമ്മൾ ആദ്യം ഇളക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് LED റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കത് കാണാൻ പറ്റും. 5 പീസായിട്ടാണ് LED വരുന്നത്. 5 സ്ട്രിപ്പായിട്ടാണ് വരുന്നത് LED ടി വിയുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്ലിപ്പ് വെച്ചിട്ട്, അതായത് ഒരു ബോഡിയിൽ തന്നെ കട്ടിങ് ഉണ്ട്, അതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിരുന്ന രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ആ കട്ടിങ് എല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ടി വിക്കകത്ത് 5 LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു സ്ട്രിപ്പിനകത്ത് 9 LED വരും. അതിനെ ക്രമീകരിച്ചിട്ടുള്ള 6+3 എന്ന റേഷ്യോ ഉണ്ട്. അതായത് 6 എണ്ണം ഒരു സ്ട്രിപ്പിലും 3 എണ്ണം ചെറിയ സ്ട്രിപ്പ്, അങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു സ്ട്രിപ്പ് വരുന്നത്. അങ്ങനത്തെ 5 സ്ട്രിപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്തരത്തിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് അത് നമുക്ക് കിട്ടുന്നത് 6+3 എന്ന റേഷ്യോയിൽ. അപ്പോൾ അത് സീരീസ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്യുന്ന ശേഷം മാത്രമാണ് ഈ ടി വിയുടെ ബോഡിയകത്തോട്ടുള്ള ആ ഒരു കണക്ടറിലോട്ട് അത് കണക്ട് ചെയ്ത് വെക്കുന്നത്. നമ്മളെല്ലാം തന്നെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുതിയത് വരുന്ന LED. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ പ്യുവറായിട്ടുള്ള LEDകളാണ്, അതായത് വൈറ്റ് കളറാണ്. മറ്റേതെല്ലാം വർക്ക് ചെയ്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. LED എല്ലാം ഇതിനകത്തുള്ള റിഫ്ലക്ടർ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇത്തരത്തിലാണ് അത് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6 ഉള്ള ഫുള്ളായിട്ട് 6 LED വരുന്ന ആ സ്ട്രിപ്പിലോട്ട് 3 എണ്ണം വരുന്നത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. ശേഷം എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ബോഡിയായിട്ടുള്ള ആ കണ്ടറിലോട്ടും കൂടെ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. വളരെ ഈസിയാണ്. അതുപോലെ ആ കറക്റ്റ് ബോഡിക്കകത്ത് വരുന്ന കട്ടിങ്ങിലോട്ട് അത് ഇറങ്ങിയിരുന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് അതിനകത്തോട്ട് ടെമ്പറേച്ചർ അത് അബ്സോർബ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടി വിക്ക് ലൈഫ് കൂടുതൽ കിട്ടുള്ളൂ. എല്ലാ LED ഒരേ രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് എല്ലാം ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ചില ടി വികൾ വെർട്ടിക്കലിയും വരാറുണ്ട്. ഇപ്പോൾ വരുന്ന ചില 55 ടി വികളെല്ലാം വെർട്ടിക്കലി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വെർട്ടിക്കലി വയ്ക്കുമ്പോൾ ലെങ്ത്ത് കുറവായിരിക്കും, പകരം LED എണ്ണം കൂടും. വെർട്ടിക്കൽ വയ്ക്കുമ്പോൾ ചിലതിലിപ്പോൾ ഇത് 5 എണ്ണം വെക്കുന്നതിന് പകരം അത് ചിലപ്പോൾ 6 എണ്ണമൊക്കെ വെർട്ടിക്കലി പ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷേ എങ്ങനെ വെച്ചാലും നമ്മൾ പർപ്പസ് എന്ന് പറയുന്നത് LED ലൈറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പക്ഷേ ഇവിടെ ഈ LED-കൾക്ക് സാധാരണ ഇപ്പോഴത്തെ LED ടിവികളേക്കാളും കുറച്ചുകൂടെ ലൈഫ് കൂടുതലാണ്. കാരണം അതിൻ്റെ LED-യുടെ ബോട്ടം സൈഡ് വരുന്ന എല്ലാം കോപ്പർ കോട്ടഡാണ്. അതുകൊണ്ട് കോപ്പർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ലൈഫ് കിട്ടും. ചില ടിവികളിൽ നിങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ കാണാൻ പറ്റും അലുമിനിയമാണ് വരുന്നത്. അലുമിനിയത്തിന് കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈഫ് കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം LED മാറിയപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം എല്ലാം പ്യുവർ വൈറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ LED-യും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രോപ്പർ സൊല്യൂഷൻ. നല്ല ലൈഫ് കിട്ടുന്നതെങ്കിൽ ഫുള്ളായിട്ട് തന്നെ മാറണം. അപ്പോൾ ഇത്തരത്തിലെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ കരി പിടിച്ചിട്ടുള്ള ഷീറ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ഈ LED കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ബേണായിട്ട് ഇങ്ങനെ സ്മോക്ക് വരാറുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ആ റിഫ്ലക്ടർ ഷീറ്റൊക്കെ തിരിച്ച് അതുപോലെ തന്നെ പ്ലേസ് ചെയ്യാം. ഇതിനകത്ത് വരുന്ന സ്മോക്ക് പിടിച്ചിട്ടുള്ള എല്ലാ ഷീറ്റുകളും നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ക്ലീൻ ചെയ്തില്ല എങ്കിൽ പിക്ചറിൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോൾ വൈറ്റ് വരുന്ന സമയത്ത് ആ ഡാർക്ക് സ്പോട്ടുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും. അതൊരു പിക്ചറിൻ്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളതെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ കാണാൻ എല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്ക് ഷാമ്പു ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അത് ഡ്രൈ ആയതിനു ശേഷം മാത്രം അതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം. ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് അതിന് ശേഷം ആ യെല്ലോ ഷീറ്റ് നമ്മൾ ആദ്യം കാണിച്ചു തന്നിരുന്നു. അതിന് പുറമേ ഉള്ള ഒരു ലെയർ ഷീറ്റ് കൂടെ കാണിച്ചു തന്നിരുന്നു നേരത്തെ. അത് യെല്ലോ കളർ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നില്ല. അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. കാരണം ആൾറെഡി 2 ലെയർ വരുന്നതുകൊണ്ട് നമുക്കത് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. പിക്ചറിനകത്ത് അത് ബാധിക്കില്ല. ശരിയായിട്ടുള്ള ഓപ്ഷൻ വേറെ ഇടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത്രയും വർഷമായതുകൊണ്ട് ഈ സെയിം മോഡൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. വേറൊരു ഓപ്ഷൻ ഉള്ളത് 55 ഇഞ്ച് കുറച്ച് എബവ് സൈസിലെ ടിവിയുള്ള ആ ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം വരുന്ന ടിവികളെല്ലാം ഔട്ടറെല്ലാം സെയിമാണ്. ആ പുറമേ വരുന്ന ഷീറ്റെല്ലാം സെയിം മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ ക്വാളിറ്റി അത് ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രെയിമെല്ലാം അതിനകത്ത് ഫിക്സ് ചെയ്ത് ഡിസ്പ്ലേ അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഡിസ്പ്ലേ ആണ് ടിവികളിലെ മെയിൻ പാർട്ടെന്ന് പറയാം. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേക്കകത്ത് ഒരുപാട് അഴുക്കുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രെയിം ഇടുന്നത്. കാരണം ഇതിൻ്റെ പാനലിൻ്റെ താഴെ വരുന്ന കോഫുള്ള ഭാഗത്തൊക്കെ ഒരുപാട് ഡേർട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഫ്രെയിം ഊരിട്ടാരും അത് ക്ലീൻ ചെയ്യരുത്. കാരണം അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളം അകത്തോട്ട് കയറി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് സെൻറ്റർ പോർഷനിൽ മാത്രം ജസ്റ്റ് സ്പ്രേ ചെയ്ത് ബാക്കി എല്ലാം ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ഒരുപാട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ല. അത് ടിവിയുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കും. കാരണം കോഫിനകത്തോട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പാനൽ ഡാമേജ് ആവും. അപ്പോൾ പാനൽ റീപ്ലേസ് തന്നെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ആൾറെഡി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഇത്തരത്തിൽ കിടത്തി വെച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് ഡാറ്റ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക. ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ ഫ്രെയിം കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഡിസ്പ്ലേ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡും അതുപോലെ IP ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ആയി പോയി നമ്മുടെ ടിവിക്കൊന്നും ഡാമേജ് വരാത്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ശേഷം നമുക്ക് അതിൻ്റെ സെൻസറും സ്വിച്ചും ഒന്ന് കണക്ട് ചെയ്തൊന്ന് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം പിക്ചറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആ സ്പോട്ടുകളെല്ലാം പോയി ആ കളർ വയലറ്റ് കളറൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ LED-കൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറാൻ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ പറയാണ്ട് പോയത് മാത്രം മാറിയാൽ മതി. അങ്ങനെ മാറാൻ ശ്രമിക്കരുത്. കാരണം ഇത്തരത്തിൽ ഒരുപാട് സമയം എടുത്തിട്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യരുത്. ഫുള്ളായിട്ട് തന്നെ LED മാറാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ലൈഫ് കിട്ടുന്നുള്ളൂ. ശേഷം നമുക്ക് സ്പീക്കറും അതുപോലെ ബാക്കറോടെ പ്ലേസ് ചെയ്ത് ടി വി ഇൻപുട്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ സ്വയം റെക്ടിഫൈ ചെയ്യാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരെയോ അല്ലെങ്കിൽ എക്സ്പെർട്ടുകളെ വിളിച്ച് മാത്രം അത് റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളോ അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.